PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC 2024 ഡിസംബറിൽ നടത്തിയ 10th പ്രിലിമിനറി പരീക്ഷയുടെ ഫൈനൽ കീ പ്രകാരമുള്ള ചോദ്യപേപ്പറാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചിട്ടുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. ഇത് തെറ്റാണ്. 1908 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ജനിച്ചത് 1809 മാർച്ച് 12 കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പിലാണ്. കൊല്ലൂരിൽ ജനിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. വൈകുണ്ഠസ്വാമികളുടെ വിശ്വാസ സംഹിതയാണ് അയ്യാവഴി. അത് ശരിയാണ്. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. ഇതും ശരിയാണ്. വൈകുണ്ഠസ്വാമികളുടെ രചനയാണ്, പ്രധാനപ്പെട്ട ഒരു രചനയാണ് അരുൾനൂൽ. അപ്പോൾ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 2, 3, 4 മാത്രം. രണ്ടാമത്തെ ചോദ്യം: വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? കലാപം നടന്നത് 1812 ഇത് ശരി ഉത്തരമാണ്. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. ഇത് തെറ്റാണ്. കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. ഇതും തെറ്റാണ്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. ഇതും കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന വരുന്നത് ഓപ്ഷൻ സി 2, 3 മാത്രം. മൂന്നാമത്തെ ചോദ്യം: 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി ഏതാണ്? 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ്ങിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ, ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. ഇത് ശരിയാണ്. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് ഹാൻ കാങ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയും കൂടിയാണ് ഹാൻ കാങ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യത്തെ ഏഷ്യൻ വനിതയാണ് ഹാൻ കാങ്. പിന്നെ ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ഇതും ശരിയാണ്. അവരുടെ പ്രസിദ്ധമായ പുസ്തകമാണ് ദ വെജിറ്റേറിയൻ എന്ന നോവൽ. അതിന് മാൻ ബുക്കർ പുരസ്കാരം നേടിയിട്ടുണ്ട്. അതും ശരിയാണ്. അവരുടെ ആത്മകഥയാണ് ദി വൈറ്റ് ബുക്ക്. അവരുടെ ആത്മകഥാപരമായ രചനയാണ്. അതും ശരിയാണ്. അപ്പോൾ ശരി ഉത്തരം ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി എല്ലാം ശരി. ഇതെല്ലാം ശരിയാണ്. നാലാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. ഇത് ശരിയാണ്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. 1907 സൂറത്ത് സമ്മേളനത്തിലാണ് കോൺഗ്രസിൻ്റെ പിളർപ്പ് ഉണ്ടായത്. 1907 സൂററ്റ് സമ്മേളനത്തിലാണ് കോൺഗ്രസിൻ്റെ പിളർപ്പുണ്ടായത്. അതും ശരിയാണ്. 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി. ഗാന്ധിജി INC പ്രസിഡന്റായ വർഷം 1924 1924. അപ്പോൾ ഇത് തെറ്റുത്തരമാണ്, തെറ്റാണ്. 1900 അടുത്തതായി 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം നടന്നത്. ഇത് ശരിയാണ്. അപ്പോൾ ശരിയായ ജോഡി വരുന്നത് ഓപ്ഷൻ എ 1, 2, 4 മാത്രം. അഞ്ചാമത്തെ ചോദ്യം: 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഒന്നാമത്തേതായി 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. ശരിയാണ്. 16ാം ഉച്ചകോടി തന്നെയാണ് കസാനിൽ നടന്നത്. അടുത്തതായി കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. അത് തെറ്റാണ്. കസാൻ സ്ഥിതി ചെയ്യുന്നത് റഷ്യയിലാണ്. റഷ്യയിലാണ് കസാൻ സ്ഥിതി ചെയ്യുന്നത്. ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇത് തെറ്റാണ്. ബ്രിക്സിൻ്റെ ആസ്ഥാനം ബ്രിക്സിന് ഔദ്യോഗികമായിട്ട് ഒരു ആസ്ഥാനമില്ല. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ്.
നാലാമത്തതായി 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. അത് ശരിയാണ്. 2009 തന്നെയാണ് ബ്രിക്സ് രൂപം കൊണ്ടത്. 2009 ജൂൺ 16 ബ്രിക്സ് രൂപം കൊണ്ടത്. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ഡി 1ഉം 4ഉം മാത്രം. ആറാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആറാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. ISRO സ്ഥാപിച്ചത് 1998 ഇത് തെറ്റാണ്. 1969 ISRO സ്ഥാപിതമായത്. ISRO സ്ഥാപിതമായ വർഷമാണ് 1969. 2. ഇതിൻ്റെ ആസ്ഥാനം കൊൽക്കത്തയിലെ അന്തരീക്ഷ ഭവനാണ്. അതും തെറ്റാണ്. അത് അന്തരീക്ഷ ഭവൻ വരുന്നത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവനിലാണ് ISROയുടെ ആസ്ഥാനം. ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഇതിൻ്റെ 3. ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. ഇത് ശരിയാണ്. ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. 4. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അത് ശരിയാണ്. അപ്പോൾ ശരിയായ ഓപ്ഷൻസ് ഏതാണ്? ഓപ്ഷൻ ബി 3ഉം 4ഉം മാത്രം. ഏഴാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേതാണ്? സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേതാണ്? 1. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. അൽ അമീൻ പത്രം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. ഇത് ശരിയാണ്. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. അൽ അമീൻ പത്രം ആരംഭിച്ചത് 1900 ഒക്ടോബർ 12 ഇതും ശരിയാണ്. 3. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. ഇതും ശരിയാണ്. 4. പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് താനൂരിലായിരുന്നു. താനൂരിലല്ല സ്ഥിതി ചെയ്യുന്നത്, കോഴിക്കോടാണ് അൽ അമീൻ പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് കോഴിക്കോടാണ്. അപ്പോൾ ശരിയുത്തരമായി വരുന്നത് ഓപ്ഷൻ എ 1ഉം 2ഉം 3ഉം മാത്രം. എട്ടാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. 1. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. ശരിയാണ്. 2024 പുരസ്കാരങ്ങളെ കുറിച്ചാണ് 2024 പുരസ്കാരങ്ങളെ പറ്റിയാണ് ഇതിൽ തന്നിരിക്കുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് NS മാധവനാണ്. 2. വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അശോകൻ ചെരുവിൽ. അദ്ദേഹത്തിന് 48ാമത് വയലാർ പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത്. 3. കേരള ജ്യോതി പുരസ്കാരം MK സാനു. അതും ശരിയാണ്. 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MK സാനു മാഷിനാണ്. 4. ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് D വിനയചന്ദ്രനല്ല. അത് തെറ്റാണ്. ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത് K അരവിന്ദാക്ഷനാണ്. അരവിന്ദാക്ഷൻ. അപ്പോൾ തെറ്റായ ജോഡി വരുന്നത് ഓപ്ഷൻ ഡി 4 മാത്രം. ഒമ്പതാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏതാണ്? ഒമ്പതാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏതാണ്? 1. അതിർത്തി ഗാന്ധിയുടെ മരണം. 2. മലബാർ കലാപം. 3. ക്ഷേത്രപ്രവേശന വിളംബരം. 4. ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർഷങ്ങളൊന്ന് എഴുതി നോക്കാം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെയാണ് നമ്മൾ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. അദ്ദേഹം മരിച്ചത് 1988 1988. അടുത്ത 2. മലബാർ കലാപം നടന്നത് എന്നാണ്? 1921 മലബാർ കലാപം നടന്നത്. 3.
ക്ഷേത്രപ്രവേശന വിളംബരം. പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്നാണ്? 1936 നവംബർ 12-നാണ്. 4. ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം എന്നാണ്? അദ്ദേഹം എന്നാണ് മരിച്ചത്? 1964-ൽ 1964-ലാണ് ജവഹർലാൽ നെഹ്റു മരിച്ചത്. അപ്പോൾ നമ്മൾ ഇത് ഏതാണ് ആദ്യം നടന്നത്? ആദ്യം നടന്നത് 2 2 മലബാർ കലാപം. 2 ഓപ്ഷനായി വരുന്നത് ഏതാണ്? എയും ബിയും ആണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി അടുത്തത് ഏതാണ്? 3 ക്ഷേത്രപ്രവേശന വിളംബരമാണ് അടുത്തത് നടന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഈ ബി തെറ്റാണല്ലോ. രണ്ടാമതായി നടന്ന സംഭവം പറയുന്നത് 1 അല്ലേ? അപ്പോൾ തന്നെ തെറ്റാണ്. അപ്പോൾ തന്നെ നമുക്ക് ശരിയുത്തരമായിട്ട് എ സെലക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നടന്ന സംഭവം മലബാർ കലാപം 1921-ൽ. രണ്ടാമതായി നടന്നത് ക്ഷേത്രപ്രവേശന വിളംബരം 1936. മൂന്നാമതായി നടന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം. 4-മതായിട്ടാണ് അതിർത്തി ഗാന്ധിയുടെ മരണം. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ 2, 3, 4, 1 എന്നീ കാലഗണന അനുസരിച്ചാണ്. 10-ാമത്തെ ചോദ്യം. കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി ഏതാണ്? കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 1. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17-നാണ്. ഇത് ശരിയാണ്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് 2017 ജൂൺ 17-നാണ്. 2. KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. അത് ശരിയാണ്. KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് KMRL. 3. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ഇത് ശരിയാണ്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. 4. ഇന്ത്യയിലെ 18-ാമത്തെ മെട്രോ റെയിൽവേയാണിത്. ഇത് തെറ്റാണ്. അപ്പോൾ ശരിയുത്തരമായി വരുന്നത് ഓപ്ഷൻ സി 1, 2, 3 മാത്രം. 11-ാമത്തെ ചോദ്യം. കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂരിലാണ് കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ശരിയുത്തരം ഓപ്ഷൻ എ മണിപ്പൂർ. 12-ാമത്തെ ചോദ്യം. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഏതാണ്? നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം നടപ്പിലാക്കിയ നഗരം ഏതാണ്? അഹമ്മദാബാദാണ്. ഓപ്ഷൻ എ അഹമ്മദാബാദ്. 13-ാമത്തെ ചോദ്യം. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏതാണ്? ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏതാണ്? ഖാരിഫാണ്. ഖാരിഫ് വിളയാണ് ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബറിൽ അവസാനിക്കുന്നത്. 14-ാമത്തെ ചോദ്യം. അവശിഷ്ട പർവ്വതങ്ങൾക്ക് അഥവാ റെസിജ്വൽ പർവ്വതത്തിന് ഉദാഹരണം ഏതാണ്? അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ എ ആരവല്ലി. 15-ാമത്തെ ചോദ്യം. ക്രിസ്റ്റലൈൻ കായാന്തരിത ശിലകളിൽ നിന്നും ഖാദന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണ്? ക്രിസ്റ്റലൈൻ കായാന്തരിത ശിലകളിൽ നിന്നും ഖാദന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണ്? ചുവപ്പ് മണ്ണാണ്. ചുവപ്പ് മണ്ണ് അഥവാ റെഡ് സോയിലാണ് ക്രിസ്റ്റലൈൻ കായാന്തരിത ശിലകളിൽ നിന്നും ഖാദന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം. ശരിയുത്തരം ഓപ്ഷൻ ബി. 16-ാമത്തെ ചോദ്യം. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ ബി മധ്യപ്രദേശ്. 17-ാമത്തെ ചോദ്യം. കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ഏതാണ്? കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ഓപ്ഷൻ ഡി ആന്ത്രസൈറ്റ്. അറിയാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഒരു നോട്ടിലേക്ക് എഴുതിയെടുക്കാൻ ശ്രമിക്കുക.
അതുപോലെ തന്നെ അത് ഇടയ്ക്ക് റിവിഷൻ ചെയ്യാനും മറക്കരുത്. 18ാമത്തെ ചോദ്യം. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. ഓപ്ഷൻ സി തമിഴ്നാട്. 19ാമത്തെ ചോദ്യം. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് എന്താണ്? മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് മിൽപ്പ എന്നാണ്. മിൽപ്പ. ശരി ഉത്തരം ഓപ്ഷൻ എ മിൽപ്പ. 20ാമത്തെ ചോദ്യം. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതിനാണ് ചിപ്കോ പ്രസ്ഥാനം. അതായത് ഓപ്ഷൻ ഡി ശരി ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതിനാണ് ചിപ്കോ പ്രസ്ഥാനം രൂപം കൊണ്ടത്. 21ാമത്തെ ചോദ്യം. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്നാണ്? തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്നാണ്? 1937. ശരി ഉത്തരം 1937. 1937 രൂപം കൊണ്ട തിരുവിതാംകൂർ സർവകലാശാലയാണ് 1957 കേരള സർവകലാശാല ഇന്ന് നിലനിൽക്കുന്ന കേരള സർവകലാശാലയായിട്ട് മാറിയത്. 22ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. ശരി ഉത്തരം ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. 23ാമത്തെ ചോദ്യം. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ്? അദ്ദേഹത്തിൻ്റെ കൃതിയല്ലാത്ത കൃതി ഏതാണ്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തന്നിരിക്കുന്നവയിൽ ദൈവദശകം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. അതുപോലെ നവമഞ്ജരിയും അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ദർശനമാലയും അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ബിയിൽ വരുന്നത് വേദാധികാര നിരൂപണം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളാണ് വേദാധികാര നിരൂപണം എഴുതിയത്. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ഞാനിവിടെ എല്ലാം ശരി ഇട്ടതുകൊണ്ടാണ് സൈഡിൽ എഴുതിയത്. ഓക്കെ. 24ാമത്തെ ചോദ്യം. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. 25ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ആരാണ്? അപ്പം ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കൊക്കെയെന്ന് നോക്കാം. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അദ്ദേഹത്തിന് 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. MT വാസുദേവൻ നായർ. അദ്ദേഹത്തിനും 1995 ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് MT വാസുദേവൻ നായർ. ONV കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 2007 2007. അപ്പോൾ ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കാത്ത സാഹിത്യകാരനാണ് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യ നമ്പൂതിരിപ്പാട്. ശരിത്തരായിട്ട് വരുന്നത് ഞാൻ സൈഡിൽ സീന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 26ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ നമുക്ക് നോക്കാം. 1 രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇത് വിദ്യാഭ്യാസ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ്. അതേപോലെ തന്നെ 3 കോത്താരി കമ്മീഷനും രാധാകൃഷ്ണൻ കമ്മീഷനും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളാണ്. ഇനി അടുത്തതായി വരുന്ന 2 രംഗനാഥ മിശ്ര വരുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ. അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു.
അതേപോലെ തന്നെ മുഖർജി കമ്മീഷൻ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച കമ്മീഷൻ്റെ ചെയർമാനാണ് മുഖർജി. അപ്പോൾ ശരിയുത്തരമായി വരുന്നത് ഓപ്ഷൻ എ 1ഉം 3ഉം 1ഉം 3ഉമാണ്. 27ാമത്തെ ചോദ്യം, തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. ഓപ്ഷൻ ഡി ബംഗാൾ. 28ാമത്തെ ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ്. ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. 29ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ട്രാൻക്യുബാർ. ഓപ്ഷൻ ഡി ട്രാൻക്യുബാറിലാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. 30ാമത്തെ ചോദ്യം, താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏതാണ്? തെറ്റായത് വരുന്നത് ഓപ്ഷൻ ഡി കുറിച്യ കലാപം. 1810 നടന്നത്, അത് 1812ലാണ് കുറിച്യ കലാപം നടന്നത്. അപ്പോൾ ഓപ്ഷൻ എ ശരിയാണ്. കുണ്ടറ വിളംബരം നടന്നത് 1809 അതുപോലെ തന്നെ ആറ്റിങ്ങൽ കലാപം 1721 നടന്നത്, അതും ശരിയാണ്. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 തന്നെയാണ്. അതുപോലെ കുളച്ചൽ യുദ്ധം നടന്നത് 1741 അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവനയാണ് ഓപ്ഷൻ ഡി കുറിച്യ കലാപം. 31ാമത്തെ ചോദ്യം, മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? 1. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. ശരിയാണ്. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതല ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. അടുത്തത് 2. സർക്കാരിയ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. അത് തെറ്റാണ്. മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് സ്വരൺ സിംഗ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്. ഓക്കെ. ഇനി അടുത്തത് 3. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. അതും ശരിയാണ്. അപ്പോൾ തെറ്റായി വരുന്നത് 2 മാത്രം. അപ്പോൾ നമുക്ക് ശരിയുത്തരമല്ലേ ചോദിച്ചത്? അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രം. 32ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതാണ്? ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. 1. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. അത് ശരിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദേശീയ ഗീതം എഴുതി തയ്യാറാക്കിയത്. 2. ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. ഇത് തെറ്റാണ്. സംസ്കൃതം ഭാഷയിലാണ് ദേശീയ ഗീതം രചിക്കപ്പെട്ടത്. 3. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. അത് ശരിയാണ്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവി തന്നെയാണ് ദേശീയ ഗീതത്തിനും ഉള്ളത്. അപ്പോൾ ശരിയായവ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി 1ഉം 3ഉം മാത്രം. 1ഉം 3. 33ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏതൊക്കെയാണ്? 1. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇത് ശരിയാണ്. അതുപോലെ 2. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. അതും ശരിയാണ്. ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്ര തന്നെയായിരുന്നു. 3. 1993 ഡിസംബർ 10 ആദ്യ കമ്മീഷൻ നിലവിൽ വന്നത്. തെറ്റാണ്. ആദ്യത്തെ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1993 ഒക്ടോബർ 12 ഒക്ടോബർ 12
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? 1993 ഒക്ടോബർ 12. അപ്പോൾ ഇത് തെറ്റാണ്. ഓപ്ഷൻ 3 തെറ്റാണ്. 4. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അതും ശരിയാണ്. അപ്പോൾ ശരിയായവ ഏതൊക്കെയാണ്? 1, 2, 4. ഓപ്ഷൻ ബി 1, 2, 4. 34-ാമത്തെ ചോദ്യം. 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? കേരളപ്രഭ 2024 ലഭിച്ചത് എസ് സോമനാഥിനും ഭുവനേശ്വരിക്കുമാണ് 2024 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത്. ഓപ്ഷൻ സി എസ് സോമനാഥ്, ഭുവനേശ്വരി. 35-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതാണ്? 1. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. അത് ശരിയാണ്. 2. മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശം. അതും ശരിയാണ്. 3. ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. അതും ശരിയാണ്. 4. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. അത് തെറ്റാണ്. അത് വരുന്നത് ന്യൂനപക്ഷ ക്ഷേമവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളിലാണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി 4 മാത്രം. 36-ാമത്തെ ചോദ്യം. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയാണ്? 2024 ബ്രിക്സ് സമ്മേളനത്തിന് വേദിയായ രാജ്യം ഏതാണ്? റഷ്യയാണ്. റഷ്യ. ഓപ്ഷൻ എ റഷ്യ. അപ്പോൾ 2025 നടന്നത് എവിടെയാണ്? 2025 ബ്രിക്സ് സമ്മേളനത്തിന് വേദിയാവുന്ന രാജ്യമാണ് ബ്രസീൽ. ബ്രസീലിലാണ് 2025 നടക്കുന്നത്. 2025. 37-ാമത്തെ ചോദ്യം. കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. 1812 കുറിച്യ ലഹള നടന്നത്. കുറിച്യർ കലാപം നടന്ന വർഷം 1812. അത് ശരിയാണ്. 2. വയനാട് ജില്ലയിലെ കുറിച്യ കുംഭാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. ഇത് കുറിച്യ കുംഭാര എന്ന് വന്നതുകൊണ്ടായിരിക്കാം ഇത് തെറ്റായി വന്നത്. ഇത് തെറ്റാണ്. കുറിച്യരും കുറുമ്പരുമാണ് കുറിച്യ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. 3. പ്രധാന നേതാവ് രാമനമ്പി ആയിരുന്നു. കുറിച്യ ലഹളയുടെ പ്രധാന നേതാവാണ് രാമനമ്പി. അത് ശരിയാണ്. 4. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ് കുറിച്യ ലഹള. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ് കുറിച്യ കലാപം. അതും ശരിയാണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3 മാത്രം. 38-ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസികയാണ് കേരളീയ സുഗുണ ബോധിനി. ഓപ്ഷൻ സി കേരളീയ സുഗുണ ബോധിനി. 39-ാമത്തെ ചോദ്യം. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏതാണ്? വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏതാണ്? 1. വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. അത് ശരിയാണ്. വിവരാവകാശത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. 2. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. അതും ശരിയാണ്. 3. 2005 ഒക്ടോബർ 12 വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അതും ശരിയാണ്. വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ സി 1, 2, 3. 40-ാമത്തെ ചോദ്യം. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? 2024 ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? പാലക്കാടും ചേലക്കരയിലുമാണ്. പാലക്കാടും ചേലക്കരയും. ശരി ഉത്തരം ഓപ്ഷൻ ഡി പാലക്കാട്, ചേലക്കര. 41-ാമത്തെ ചോദ്യം. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 41. 3 എണ്ണമാണ് കിഴക്കോട്ടൊഴുകുന്നത്. കബനി, ഭവാനി, പാമ്പാർ. 42-ാമത്തെ ചോദ്യം.
രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ ഡി വയനാട്. ഓപ്ഷൻ ഡി വയനാട്. 43-ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി പള്ളിവാസൽ. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. 44-ാമത്തെ ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ്. ഓപ്ഷൻ സി ലാറ്ററൈറ്റ് മണ്ണ്. 45-ാമത്തെ ചോദ്യം. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. ഓപ്ഷൻ എ പറമ്പിക്കുളം. 46-ാമത്തെ ചോദ്യം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. 47-ാമത്തെ ചോദ്യം. കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്രയാണ്? കേരളത്തിലെ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്രയാണ്? 20. ഓപ്ഷൻ എ 20. 48-ാമത്തെ ചോദ്യം. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? കേരള സംസ്ഥാനത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ബി റോഷി അഗസ്റ്റിൻ. റോഷി അഗസ്റ്റിൻ. 49-ാമത്തെ ചോദ്യം. 1956-ൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 1956-ൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. 5 ജില്ലകൾ. അവ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, കോട്ടയം, മലബാർ. ഇന്നത്തെ മലബാറാണ്. മലബാറിൽ ഉൾപ്പെടുന്ന ജില്ലകളാണ് കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, കണ്ണൂരൊക്കെ. 50-ാമത്തെ ചോദ്യം. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. 51-ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷമെന്നാണ്? കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം ഏതാണ്? 1861. ശരിയുത്തരം ഓപ്ഷൻ സി 1861. 52-ാമത്തെ ചോദ്യം. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. 53-ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തതേതാണ്? തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തതേതാണ്? കീഴരിയൂർ ബോംബ് കേസ്. ഓപ്ഷൻ ഡി കീഴരിയൂർ ബോംബ് കേസ്. അപ്പോൾ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമുള്ളത് ഏതൊക്കെയാണ്? പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ നിവർത്തന പ്രക്ഷോഭവും മലയാളി മെമ്മോറിയലും. അടുത്ത ചോദ്യം 54. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? ഓപ്ഷൻ എ ടി കെ മാധവൻ. ഓപ്ഷൻ എ ടി കെ മാധവൻ. 55-ാമത്തെ ചോദ്യം. 1817-ൽ ഗൗരി പാർവതിഭായി പുറപ്പെടുവിച്ച വിളംബരത്തിൻ്റെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? 1817-ൽ ഗൗരി പാർവതിഭായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കുക. ഓപ്ഷൻ ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കുക. 56-ാമത്തെ ചോദ്യം. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? യോഗക്ഷേമ സഭ നേതൃത്വം നൽകിയത് ആരാണ്? വി ടി ഭട്ടതിരിപ്പാട്. ഓപ്ഷൻ ബി വി ടി ഭട്ടതിരിപ്പാട്. 57-ാമത്തെ ചോദ്യം. 1920-ൽ മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? 1920-ലെ മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? അപ്പോൾ നമുക്ക് ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭരണ പരിഷ്കാരം, കുടിയാന്മ പ്രശ്നം, ഖിലാഫത്ത്. ഇവയൊക്കെ അന്ന് മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ
ചർച്ച ചെയ്ത വിഷയമാണ്. തെറ്റുത്തരമായി വരുന്നത് ഓപ്ഷൻ സി ജനസംഖ്യാനുപാത സംവരണം. ഇതതിൽ പെടുന്നില്ല. ഈ 3 ഭരണപരിഷ്കരണവും കുടിയാന്മ പ്രശ്നവും ഖിലാഫത്ത് പ്രശ്നവുമാണ് മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ. 58ാമത്തെ ചോദ്യം. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? അർണോസ് പാതിരി. ഓപ്ഷൻ ഡി അർണോസ് പാതിരി. മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു രചിച്ചത് അർണോസ് പാതിരിയാണ്. 59ാമത്തെ ചോദ്യം. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതാരാണ്? 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതാരാണ്? വേലുത്തമ്പി ദളവയാണ്. ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ. 60ാമത്തെ ചോദ്യം. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ്? 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ്? ആലപ്പുഴ. ഓപ്ഷൻ എ ആലപ്പുഴ. ആലപ്പുഴയിലാണ് 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.